കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചത് ക്രിക്കറ്റിൽ സെഞ്ചുറി അടിക്കാൻ. പക്ഷേ സെഞ്ചുറി അടിക്കാൻ പോകുന്നത് സിനിമയിലും. ഇനി 4 സിനിമകൾ കൂടി ചിത്രീകരിച്ചാൽ പ്രിയദർശന്റെ സിനിമാ നേട്ടം 100 ആകും. അതെ, മലയാളികളുടെ പ്രിയ സംവിധായകൻ പ്രിയദർശൻ തന്റെ സിനിമാ കരിയറിലെ 100ാമത്തെ ചിത്രം സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നു. സിനിമയിൽ സെഞ്ചുറി തേക്കണമെന്നും 100ാം ചിത്രത്തിൽ മോഹൻലാലിനെ നായകനാക്കണമെന്നും ആഗ്രഹമുള്ളതായി പ്രശസ്ത സംവിധായകൻ പ്രിയദർശൻ പറഞ്ഞു. കൊൽക്കത്ത കൈരളി സമാജം സംഘടിപ്പിച്ച സംവാദത്തിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തെന്നിന്ത്യയിൽ നിന്ന് പോയി ബോളിവുഡിൽ തുടർ വിജയങ്ങൾ നേടിയ ചുരുക്കം സംവിധായകരുടെ നിരയിലാണ് പ്രിയദർശന്റെ സ്ഥാനം. അങ്ങനെ ചരിത്രം രചിച്ച സംവിധായകനാണ് സെഞ്ചുറി മോഹം വെളിപ്പെടുത്തുന്നത്. ചെറുപ്പകാലത്ത് ക്രിക്കറ്റ് താരമാകണമെന്നും സെഞ്ചുറി അടിക്കണമെന്നും മോഹിച്ചിരുന്നു. കളിക്കിടെ പരിക്ക് പറ്റിയതിനെ തുടർന്ന് ആ മോഹം ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ സിനിമയിൽ സെഞ്ചുറി തേക്കാൻ 4 ചിത്രങ്ങൾ കൂടി മാത്രം മതി പ്രിയദർശന്. 2021 പുറത്തിറങ്ങിയ ഹംഗാമ 2 ആണ് പ്രിയന്റെ സംവിധാനത്തിൽ അവസാനമെത്തിയ ഹിന്ദി ചിത്രം. പ്രിയദർശന്റെ സംവിധാനത്തിൽ ബോളിവുഡിൽ കൂടുതൽ ചിത്രങ്ങൾ നായകനായ അക്ഷയ് കുമാറിനൊപ്പം അദ്ദേഹത്തിന്റെ ഒരു പുതിയ ചിത്രം വരുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് ആരംഭിക്കുന്നതിന് മുമ്പ് ഹിന്ദിയിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രം ഉണ്ടായേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. സെയ്ഫ് അലി ഖാനെ നായകനാക്കി പ്രിയദർശൻ മറ്റൊരു ചിത്രം ഹിന്ദിയിൽ ഒരുക്കാൻ ആലോചിക്കുന്നതായി ഹിന്ദി സിനിമാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പിങ്ക് വില്ലയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജൂലൈയിൽ ആരംഭിച്ച് 40 ദിവസത്തെ ഒറ്റ ഷെഡ്യൂളിൽ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒരു ത്രില്ലർ ചിത്രമായിരിക്കും ഇതെന്നും സെയ്ഫ് അലി ഖാന്റെ കഥാപാത്രം കാഴ്ച പരിമിതിയുള്ള ആളാണെന്നും റിപ്പോർട്ടിലുണ്ട്. ഇതോടെ വരാനിരിക്കുന്നത് പ്രിയദർശന്റെ തന്നെ മലയാള ചിത്രം ഒപ്പത്തിന്റെ റീമേക്ക് ആയിരിക്കുമോ പുതിയ ചിത്രമെന്ന സംശയം സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു. അതേസമയം അക്ഷയ് കുമാർ നായകനാകുന്ന പ്രിയദർശൻ ചിത്രം ഫാന്റസി കോമഡി ഗണത്തിൽപ്പെട്ടതാണെന്നാണ് റിപ്പോർട്ട്. 14 വർഷത്തിന് ശേഷമാണ് ഒരു പ്രിയദർശൻ ചിത്രത്തിൽ അക്ഷയ് കുമാർ അഭിനയിക്കുന്നത്. ഈ 2 ഹിന്ദി സിനിമകൾ കഴിയുമ്പോൾ പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളുടെ എണ്ണം 98 ആകും. അതിനുശേഷം 100ാം ചിത്രത്തിന്റെ പദ്ധതികളിലേക്ക് പ്രിയൻ കടക്കും. 1984 പൂച്ചക്കൊരു മൂക്കുത്തി എന്ന ഔട്ട് ആൻഡ് ഔട്ട് കോമഡി സിനിമയുമായി സംവിധായക കുപ്പായമണിഞ്ഞ് മലയാള മനസ്സിൽ ചേക്കേറിയ സംവിധായകനാണ് പ്രിയദർശൻ. 80കളിലും 90കളിലും തൊട്ടതെല്ലാം പൊന്നാക്കിയ കോമ്പിനേഷനായിരുന്നു മോഹൻലാൽ പ്രിയദർശൻ കോമ്പിനേഷൻ. ചിത്രവും കിലുക്കവും തേന്മാവിൻ കൊമ്പത്തുമടക്കമുള്ള ഹിറ്റ് ചിത്രങ്ങൾ നൽകി മോഹൻലാലിനെ മലയാള സിനിമയിൽ സൂപ്പർ താര പരിവേഷം നൽകിയതും പ്രിയദർശനാണ്. അവസാനമിറങ്ങിയ ഒപ്പം എന്ന സിനിമ വിജയമായെങ്കിലും മരക്കാർ, അറബിക്കടലിലെ സിംഹം വേണ്ടത്ര വിജയമായില്ല. അതുകൊണ്ടുതന്നെ 100ാം ചിത്രം വ്യത്യസ്തമാക്കാൻ ഇരുവരും ശ്രമിക്കും. നർമ്മത്തിന് പുതിയ ഭാഷ്യം നൽകി മുൻകാലങ്ങളിൽ ആരും പരീക്ഷിക്കാത്ത രീതികളിലൂടെയായിരുന്നു പ്രിയദർശന്റെ ആദ്യകാല സിനിമകൾ. പിന്നീട് കാലാപാനി എന്ന ഹിറ്റ് സിനിമയും ചെയ്തു. ഹിന്ദിയിലും നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കി. ഹിന്ദിയിൽ 30ലേറെ സിനിമകൾ പ്രിയദർശൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. 45 സിനിമകളാണ് ഇതുവരെ പ്രിയദർശൻ മോഹൻലാൽ കോമ്പിനേഷനിൽ പിറന്നിട്ടുള്ളത്. ഹരം എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഗായകൻ MG ശ്രീകുമാർ പങ്കുവച്ച ഒരു പോസ്റ്ററിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. ഇതായിരിക്കും പ്രിയദർശന്റെ 100ാം ചിത്രമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ട്. എന്തായാലും ഈ സൂപ്പർ കോംബോയ്ക്കായി കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം. ഇതുവരെ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയും ഇഷ്ടപ്പെടാത്ത സിനിമയും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. സിനിമാ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.